ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. സോ നമ്മൾ മൂന്നാമതായിട്ട് കണ്ട സിനിമ ആലപ്പുഴ ജിംഖാന. അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഖാലിദ് റഹ്മാനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അനുരാഗ കരിക്കിൻ, വെള്ളമുണ്ട, തല്ലുമാല സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തത് ഖാലിദ് റഹ്മാനാണ്. അപ്പോൾ ഖാലിദ് റഹ്മാൻ്റെ തല്ലുമാലയൊക്കെ ട്രെൻഡ് സെറ്റർ ഫിലിമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരു 100% ക്വാളിറ്റി ഗ്യാരൻറ്റീഡെന്ന് അത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ സിനിമയും അത് തന്നെയാണ്. അപ്പോൾ ഖാലിദ് റഹ്മാൻ ആദ്യം ഒരു താങ്ക്സ്. പിന്നെ വരുമ്പം എഡിറ്റഡ് ബൈ നിഷാദ് യൂസുഫ്. എനിക്കൊന്നും പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത സിനിമ ആലപ്പുഴ ജിംഖാന ആണ് എന്നാണ്. പിന്നെ മ്യൂസിക് കമ്പോസർ വിഷ്ണു വിജയ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു കുറേ സ്റ്റോക്കുകളുണ്ട്. മ്യൂസിക് കുറേ സ്റ്റോക്കുണ്ട്, അത് ഞാൻ അവസാനം വരാം. പിന്നെ സിനിമയിലെ സ്റ്റാർ കാസ്റ്റ് നസ്ലിൻ, ഗണപതി, ലുക്കുമാൻ, സന്ദീപ്, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജീൻ, അനഘ രവി, അങ്ങനെ നീണ്ട ഒരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ട്, ഒരു ന്യൂജൻ സ്റ്റാർ കാസ്റ്റ്. അപ്പോൾ നെസ്ലിനിൽ സംസാരിക്കുമ്പോൾ ഖാലിദ് റഹ്മാൻ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ആ പഴയ നെസ്ലിൻ്റെ ഫേസിനെ മാറ്റി പുതിയൊരു നെസ്ലിനാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വേറൊരു ഫിസിക്കുള്ള ഒരു പുതിയൊരു നെസ്ലിനാക്കിയിട്ടുണ്ട്. നെസ്ലിൻ എന്നത്തെയും പോലെ തൻ്റെ റോള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലേറ്റിംഗ് സീൻസും കോമഡിയും ടെൻഷനും കാര്യങ്ങളൊക്കെ വളരെ റിലേറ്റബിളായിട്ട് നെസ്ലിൻ അത് എപ്പോഴും നെസ്ലിൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഇപ്പോഴും അത് ചെയ്യുന്നുമുണ്ട്. അപ്പം 100% ഗ്യാരൻറ്റിയാണ്. നെസ്ലിൻ്റെ ആ റോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നെസ്ലിൻ പടത്തിലുടനീളം നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം പക്ക. പിന്നെ വരുമ്പം കൂടെ ഉള്ളവരും സന്ദീപൊക്കെ നമ്മൾ ഫാമിലി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. സന്ദീപൊക്കെ ടക്കെന്ന് കൗണ്ടറാണ്, മാറി അടിയാണ്. എല്ലാ കോമഡിയും സൂപ്പറാണ്. പിന്നെ ഫ്രാങ്കോ ഫ്രാൻസിസ് തണ്ണീർമത്തലിലുള്ള. അപ്പോൾ പിന്നെ വരുന്നത് ബേബി ജീൻ അടനാട നിൽക്കണ്ട. ബേബി ജീനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കോമഡി റോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും റിലേറ്റബിളായി കണക്റ്റായിട്ട് പോകുന്നുണ്ട്. ഒരു എൻ്റർടൈനിങ് വൈബായിട്ട് സിനിമ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലുടനീളം വരുമ്പോൾ സിനിമ ഒരു സ്പോർട്സ് ഫിലിമാണ്. ആലപ്പുഴയിൽ നടക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളുമായിട്ടുള്ള ഒരു സ്പോർട്സ് ഫിലിം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുന്നു. അപ്പോൾ ഇവന്മാർക്ക് +2 ഒക്കെ തോറ്റ് നിൽക്കുന്ന സമയമാണ്. അപ്പം സ്പോർട്സ് കോട്ടയിലൊക്കെ കയറി എവിടെയെങ്കിലും എത്തിപ്പറ്റണം, കരിയറൊന്ന് സെറ്റാക്കണമെന്ന് പറഞ്ഞു ഒരു സിറ്റുവേഷൻ നടക്കുന്നു. അങ്ങനെയാണ് ബോക്സിംഗ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ബോക്സിങ്ങിലേക്ക് തിരിയുന്നു. പിന്നെ ബോക്സിങ്ങുമായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ ഇവരെ കോച്ച് ചെയ്യാൻ വരുന്നതാണ് ലുക്കുമാൻ. അപ്പോൾ ലുക്കുമാൻ ഇതിലൊരു നാഷണൽ ചാമ്പ്യനാണ്, 2 തവണ ഗോൾഡ് മെഡലിസ്റ്റാണ് ബോക്സിങ്ങിൽ. അപ്പം ഒരു ഷോർട്ട് അമ്പയർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലുക്കുമാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലുക്കുമാൻ ഇങ്ങനെ കോച്ച് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബോക്സിങ് അവിടെ ഉള്ള ഒരു ജിംഖാനയിലുള്ള കുറച്ച് കോമഡികളും കാര്യങ്ങളും റിസ്ക് ആൻഡ് സ്ട്രഗിളൊക്കെ കാണിക്കുന്നു. അങ്ങനെ പടം ഫസ്റ്റ് ഹാഫിൽ നിന്ന് നല്ല രീതിക്ക് പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ ഈ കൂടുതലും വരുന്നത് ഈ ബോക്സിങ് റിങ്ങിൻ്റെ അകത്തുള്ള ഫൈറ്റുകളാണ്. അതൊക്കെ പക്കായിട്ട് വെൽ പ്ലാൻഡ്, ഇമോഷണലി കണക്റ്റാക്കി ഓഡിയൻസിനെ ഇരുത്തിപ്പിച്ചിട്ടുണ്ട്. അതിനെനിക്ക് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിഷ്ണു വിജയൻ്റെ മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആ ഒരു ഫൈറ്റിൽ ഒരു പ്രേക്ഷകനെ താഴ്ത്താതെ പ്രേക്ഷകനെ ആ ഫൈറ്റിനോടിരുത്തി. ഞാൻ ഒരു സെക്കൻഡ് പോലും ആ ഫൈറ്റിൽ മാറി ഇങ്ങനെ ചുമ്മാ ഒന്നും ഇരുന്നില്ല. ഫുൾ ടൈം ഞാൻ ആ ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്നു. കാരണം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൂപ്പറായിട്ട് ഇങ്ങനെ നമുക്ക് കൊണ്ട് തരുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ യെസ് കൊണ്ടുപോവാ ഇടി ഡേ വിടല്ല, അവിടെ പോവല്ലടാ, വിടല്ലടാ ഡേ, അങ്ങനെ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും ആ സീൻസൊക്കെ സൂപ്പറായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ അവിടെയും കുറച്ച് ഇതേപോലെ നർമ്മരംഗങ്ങളൊക്കെ ഉണ്ട്, ഫ്ലാറ്റിംഗ് രംഗങ്ങളും ഉണ്ട്, ദേഷ്യങ്ങളുള്ള ഫൈറ്റ്. പിന്നെ ഈ ക്ലൈമാക്സിലോട്ട് ഫൈറ്റ് വരുമ്പോൾ ഫൈറ്റ് കുറച്ച് ലോങ് ഫൈറ്റാണ്. പക്ഷേ എനിക്ക് ലാസ്റ്റ് ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞില്ല ഇമോഷണലി കണക്ഷൻ, അതെനിക്ക് ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് മിസ്സായി. കാരണം ആ ഫൈറ്റിൽ 1-2 ഫൈറ്റൊക്കെ നല്ല പഞ്ചുണ്ടായിരുന്നു. പക്ഷേ മെജോറിറ്റിയും ഒരു പെട്ടെന്നെന്തോ ചുമ്മാ തട്ടിക്കൂട്ടി എന്തോ ഇടിച്ചോ, ഒരു ഫൈറ്റിൽ ഒരു പഞ്ചോ അല്ല ഒരു കണക്ഷനോ ഒന്നും കിട്ടിയില്ല എനിക്ക്. അതെനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അത് വൈബായിട്ട് കിട്ടി കാണും. ആ ലാസ്റ്റ് ആ ക്ലൈമാക്സ് ഫൈറ്റിൽ ടർഫിലുള്ള ഇടികളും എനിക്ക് ആ ലാസ്റ്റ് ഒരു പവർ പോയ ഒരു ഫീല്. പക്ഷെ എനിക്ക് ടോട്ടലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ കിട്ടിയെങ്കിൽ ആ ഒരു ഹൈ മൊമെൻറ്റ്
പിന്നെ ഈ ഫൈറ്റിന് മുമ്പ് തന്നെ ഒരു ഗണപതിയുടെ ഒരു സീനുണ്ട് ബോക്സിംഗ് റിങ്ങിൽ വെച്ച്. അപ്പം അവിടെ ഒരു വില്ലൻ വന്നിട്ട് നീ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ സീനിൽ വാശിക്ക് തിരിച്ചിടിച്ച് ഒരു ഹൈ മൊമെൻ്റ് അവിടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രേക്ഷകനെ എമോഷണലി കണക്റ്റ് ആയി. പക്ഷേ എനിക്ക് തോന്നുന്നു സ്ക്രീൻ പ്ലേ അവർ ഒരു നോർമലായിട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ വേണ്ട. പക്ഷേ എനിക്ക് എന്നാൽ അതിനൊരു ബാക്ക് സ്റ്റോറിയോ ഒരു ഫ്ലാഷ് ബാക്കോ ഒന്നുമില്ല. ഇങ്ങനെ വന്നിട്ട് ഗണപതി പറയും, എടാ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ ആലോചിച്ചിട്ടാണ് ഞാൻ വന്ന് ഇങ്ങനെ ഇടിക്കാതിരുന്നത് അല്ലെങ്കിൽ ജയിക്കാതിരുന്നതെന്ന് പറയുമ്പോൾ അതിനൊരു ഒരു 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 കണക്ഷൻ കിട്ടുന്നില്ല. അത് ചുമ്മാ വന്ന് എന്തോ ഒരു ചെറിയൊരു ഫ്ലോ ആയിട്ട് എനിക്ക് തോന്നി. ചുമ്മാ വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോണ പോലെ ഒരു തോന്നി. ബാക്കി സെറ്റാണ്. പടം ഫുൾ കോമഡിയാണ്, എൻ്റർടൈനറാണ്, വൈബാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഫാമിലിയും ഫ്രണ്ട്സും എങ്ങനെ വേണം പോയി കാണാം. നിങ്ങൾ കണ്ട് ജാളിയായിട്ടിരിക്കുക. വൈബേഷ് പടമാണ്, സെറ്റ് പടം. ഞാൻ പറഞ്ഞില്ലേ മ്യൂസിക് വിഷ്ണു വിജയ് പുള്ളിക്കാരൻ്റെ പട ഒരു ലോഡ് സ്റ്റോക്ക് ഉണ്ട് കേട്ടാ. എന്നെ വെറൈറ്റി സോങ് ഒക്കെ എങ്ങനെ ഇടണം ഞാൻ ഇങ്ങനെ നോക്കി. ഇപ്പോൾ ഇന്ന് നിങ്ങൾ പ്രേമലു കണ്ടപ്പോഴും മനസ്സിലാക്കണം പ്രേമലുവിലെ സോങ്സൊക്കെ. അപ്പോൾ ഞാൻ ഇന്നും ഇതിലെ സോങ്സൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ടോട്ടലി 100% സാറ്റിസ്ഫൈഡാണ് സിനിമയിൽ. അപ്പോൾ ആലപ്പുഴ ജിംഖാന, വൈബേഷ് ജിംഖാന.